പ്രധാനപ്പെട്ട തിരുത്തലുണ്ട്. ഇന്നലെ നമ്മൾ ചെയ്ത വാർത്ത അതേ ആൾ തന്നെ തിരുത്തി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അതിൻ്റെ ബാക്കി എന്നുള്ളത്? ഇറാൻ സ്റ്റേറ്റ് ലിങ്ക്ഡ് ഏജൻസി റിമൂവ്സ് റിപ്പോർട്ട് സെയിങ് പ്രസിഡന്റ് ഓർഡർഡ് ടോക്ക് വിത്ത് യു എസുമായിട്ട് ഒരു ധാരണയിലെത്താമെന്നും അതുപോലെ തന്നെ ആണവ കരാർ വീണ്ടും ആരംഭിക്കാമെന്നും ഇറാനിൻ്റെ മസൂദ് പെസഷ്കിയാൻ ഓർഡർ ഇട്ടിരിക്കുന്നു എന്ന വാർത്തയെ ചുവടുപിടിപ്പിച്ചുകൊണ്ട് ഒരുപാട് വാർത്താ ചാനലുകൾ അതിൻ്റെ പിന്നാലെ വാർത്ത ചെയ്തിരുന്നു. കൂട്ടത്തിൽ നമ്മളും അതിൻ്റെ സത്യാവസ്ഥ നോക്കി ചെയ്തതാണ്. അൽ അറബിയ ആണ് ആ റിപ്പോർട്ട് ചെയ്തത്. അൽ അറബിയ ഇംഗ്ലീഷാണ്. ആ അൽ അറബിയ ഇംഗ്ലീഷിൽ തന്നെ തിരുത്തലും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ വാർത്ത ഒന്നുകൂടി പറയണമല്ലോ. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതൊരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിരുന്നു എന്നാണ്. ഫാർസ് ന്യൂസാണ് ഇത് പുറത്തുവിട്ടത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, നേരത്തെ ഇറാനുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണെന്നുള്ളത് ഈ US പ്രസിഡന്റ് ട്രംപ് സംസാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഫാർസ് ന്യൂസ് അടിച്ചിറക്കിയ ഒരു തന്ത്രം മാത്രമായിരുന്നു ഈ ഒരു പ്രഖ്യാപനം. മീൻസ് അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുകയില്ല എന്ന് പറയുന്നതിന് പകരം ചർച്ചയുണ്ട്, അത് മസൂദ് പെസഷ്കിയാൻ ഓൾറെഡി ഓർഡർ ഇട്ട് കഴിഞ്ഞു, ഇനി കൂടുതൽ താമസിക്കേണ്ട, എല്ലാ മഞ്ഞും ഉരുകിക്കഴിയും എന്നതായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വലിയ ആയുസൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മസൂദ് പെസഷ്കിയാൻ തന്നെ അതിനെ തിരുത്തി പറഞ്ഞു, ഞങ്ങളങ്ങനെ ഒരു ഓർഡർ വിട്ടിട്ടില്ല, ഞങ്ങളങ്ങനെ ഒരു ഇടപാട് നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അൽ അറബിയ ഇംഗ്ലീഷ് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അൽ അറബിയ ഇതാണ് സംഭവം. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പ് പിടിക്കാമെന്നറിയില്ല. ഇതിങ്ങനെ കാണുക, സെൽഫി ക്യാമറ ആയതുകൊണ്ട് അങ്ങനെ കാണുക. ഇറാൻ സ്റ്റേറ്റ് ലിങ്ക്ഡ് ഏജൻസി റിപ്പോർട്ട് സയൻസ് പ്രസിഡന്റ് ഓർഡർഡ് ടോക്ക് വിത്ത് US. ഈ സംഭവം റിമൂവ് ചെയ്യാൻ വേണ്ടി ഫായ്സി പത്രത്തോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ആ ഒരു തർജ്ജം അല്ലെങ്കിൽ മലയാളീകരിച്ച ഭാഗം ഞാൻ വായിക്കാം. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കയുമായി ആണവ ചർച്ചകൾ ആരംഭിക്കാൻ ഉത്തരവിട്ടതായി അവകാശപ്പെടുന്ന ഒരു റിപ്പോർട്ട് തിങ്കളാഴ്ച ഇറാൻ സ്റ്റേറ്റ് ലിങ്ക്സ് ഫാഴ്സ് വാർത്താ ഏജൻസി നീക്കം ചെയ്തിരിക്കുന്നു. ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരായ സൈനിക നടപടി ഒഴിവാക്കാൻ ഒരു കരാറിൽ പ്രതീക്ഷയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് ഫാഴ്സ് ചാനലിൽ വന്നിട്ടുള്ളത്. തീർത്തും അത് വെറുതെയാണ്, നിരർത്ഥകമാണ്. കഴിഞ്ഞ മാസം ഉച്ചസ്ഥയിലെത്തിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഇറാൻ അധികൃതരുടെ മാരകമായ പ്രതികരണത്തെ തുടർന്ന് ട്രംപ് സൈനിക നടപടി എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു വലിയ യുദ്ധക്കപ്പൽ സന്നാഹങ്ങൾ തന്നെ കൊടുത്തയച്ച ആളാണ് മിസ്റ്റർ ട്രംപ്. അവരുമായി സംസാരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുമാത്രമല്ല, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരുവിധ ഇറാൻ്റെ സപ്പോർട്ടും ഇല്ല എന്നാണ് പറയുന്നത്. അത്രമേൽ വ്യക്തമാണ്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി നോക്കാം. അദ്ദേഹം പറയുന്നത് ഈ ഒരു അരക്ഷിതാവസ്ഥ, അവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കി, നമ്മുടെ രാജ്യത്ത് പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കി അതിന് വളവും കൊടുത്തിട്ട് എല്ലാ നിലക്കും നമ്മുടെ താഴെ ഇറക്കാൻ വേണ്ടി നോക്കി. നടക്കില്ലെന്ന് തോന്നിയപ്പം ഈ ആളുകൾക്ക് സപ്പോർട്ടീവായിട്ട് ഈ യുദ്ധക്കപ്പലുകളൊക്കെ നമ്മുടെ തീരത്ത് കൊണ്ടടക്കി, എന്നിട്ടും അവിടെയും വിജയിക്കില്ല എന്ന് തോന്നുമ്പോൾ അവരുടെ പേടിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഭാഗങ്ങളാണ് ഈ വാർത്തകളൊക്കെ. ഇത് സർക്കാരിനോ ബന്ധപ്പെട്ട വൃദ്ധത്തിനോ അഥവാ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽസിനോ യാതൊരുവിധ ഉത്തരവാദിത്വമില്ല. സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊപ്പഗണ്ടയാണ്. അതിലൊരിക്കലും വിശ്വസിച്ച് വഞ്ചിതരാകരുത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ബാക്കി ഭാഗം കൂടിയുണ്ട്. ഇറാനിലെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ തന്നെ ഒരു കരാറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ട്രംപ്. ഈ ഒരു വിഷയമേ അവിടെ പറഞ്ഞിട്ടില്ല. കാരണം അമേരിക്കയുമായി ചർച്ചയ്ക്ക് ആരംഭിക്കാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ ഉത്തരവിടണമെങ്കിൽ ഈ പ്രൊട്ടസ്റ്റുകാരുമായിട്ടുള്ള ഈ സമ്മർദ്ദത്തിൽ അമേരിക്ക ഇടപെടാൻ പാടില്ലായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ രാജ്യത്തെ തകിടം മറിക്കുക അല്ലെങ്കിൽ അട്ടിമറിക്കുക എന്ന ഏക ലക്ഷ്യമായിട്ടാണ് ഈ അമേരിക്കയും ഇസ്രായേലും പെരുമാറിയത്. അവിടുന്ന് ഒരു ചർച്ച എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വെക്കുന്നത് മാത്രമാണ്. നമ്മൾ ഇതുവരെ അതുമായി ഒരു കാര്യവും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ആ ചർച്ചയുടെ തുടക്ക ഭാഗം പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ അഭിസംബോധന ചെയ്തിട്ട് നയതന്ത്ര പ്രക്രിയയിൽ ഒരു ഘട്ടത്തെയും വിശദാംശങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയും അന്തിമമാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ചർച്ചയും പ്രൊപ്പഗണ്ടയുടെ വിരസിതമായിട്ടുള്ള ആ ഒരു ചർവിത ചർച്ചയും ഒക്കെ പുറത്ത് നടക്കുകയാണ്. ഇറാനിൽ യാതൊരു പങ്കുമില്ല. അതൊക്കെ ഞങ്ങളിപ്പോൾ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ചെയ്തത് ഇന്ന് നേരം വെളുത്തപ്പം ആകെ അങ്ങോട്ട് പോയി. ഇതാണിപ്പോൾ മാധ്യമങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം. ഫാഴ്സി മാധ്യമം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നിന്നുള്ള ഇറങ്ങുന്ന ഒരു പത്രമാണ്.
അവർക്ക് ലീഡ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക വ്യൂസ് കൂട്ടാനൊക്കെ ചെയ്ത പണിയായിരിക്കാം. പക്ഷേ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് തന്നെ ആ ഒരു വാർത്ത അവരെ കൊണ്ട് തന്നെ ഇറാൻ ഗവൺമെൻറ് റിമൂവ് ചെയ്യിപ്പിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. മൊത്തം ആകെ ആശയക്കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി പുതിയ വാർത്ത വരും, നമുക്കതിൻ്റെ പിന്നാലെ വീഡിയോ ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ. സപ്പോർട്ട് ചെയ്യുക.